എനിക്ക് ഓർമ്മ വരുന്നതിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അപ്പച്ചനായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പച്ചനും പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പൂന വഴി വരുന്ന സമയത്ത് പൂന പ്ലാറ്റ്ഫോമിൽ കുറേ കുട്ടികൾ കിറ്റ് ബാഗൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ടായിരുന്നു. എന്തോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറായി. ഇന്നത് റീകളക്ട് ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടികളാകും. അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം. ഞാൻ 33 കൊല്ലം സർവീസ് ചെയ്തു. ഞാൻ കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. 2008 ഞാൻ റിട്ടയർഡ് ആയത്. 2008 റിട്ടയർഡ് ആയതിനു ശേഷം നാട്ടിൽ വന്നതിന് ശേഷം മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി. കൂടുതൽ ചെറിയ യുവാക്കളെ നമുക്ക് ആർമി, എയർഫോഴ്സ്, നേവിയിലോട്ട് ഓഫീസർ പദവിയിലോട്ട് കൊണ്ടുവരണമെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഇന്നിപ്പോൾ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവിയിൽ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഫീസർ ആവണമെങ്കിൽ നാഷണൽ ഡിഫൻസ് സർവീസിൻ്റെ എക്സാം എഴുതണം. ഇല്ലെങ്കിൽ JEE എഴുതിയതിന് ശേഷം +2ൻ്റെ മാർക്ക് കൂടിയിട്ട് ടെക്നിക്കൽ ഓഫീസറായിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് ആർമി, എയർഫോഴ്സ്, നേവിയിൽ ഡോക്ടറായിട്ടും നഴ്സായിട്ടൊക്കെ കയറാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ള കുറച്ച് എൻട്രികളെ കുറിച്ചിട്ട് മറ്റുള്ളവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടും ഇതുപോലെ ഈ 3 വിഭാഗത്തിലോട്ടും ഓഫീസറായിട്ട് കയറാനുള്ള പല എക്സാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ എക്സാം ഉണ്ട്, ഗേൾസിന് കൂടി പങ്കെടുക്കാവുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ OT എക്സാംസ് ഉണ്ട്, ടെക്നിക്കൽ എൻട്രീസ് ഉണ്ട്, വിവിധ കുറേ എൻട്രീസ് ഉണ്ട്. നിങ്ങൾക്കൊരു ആർമിയിൽ ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന, ഒരു വക്കീലാവാൻ ആഗ്രഹിക്കുന്ന, ഒരു അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗത്തിലും കമ്മീഷൻ റാങ്കുള്ള ഓഫീസേഴ്സിൻ്റെ പദവികളുണ്ട്. അപ്പോൾ അതിൽ മറ്റുള്ള ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് കൂടുതൽ അതിലോട്ട് ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ ഗൈഡൻസ് ക്ലാസ്സസ് ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തത്. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 17 വർഷമായിട്ട് ഇവിടെ ഫ്രീ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ നമ്മുടെ തെക്ക് കേരളത്തിലാണ് കൂടുതൽ പേര് ഇവിടുന്ന് വരുന്നത്. എറണാകുളം + ആലപ്പുഴ, ചേർത്തല, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ആ സൈഡിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്. അതിലും കൂടുതൽ പെൺകുട്ടികളാണ് അതിൽ കൂടുതൽ പങ്കെടുക്കുന്നതായിട്ട്. നമ്മുടെ അവിടുത്തെ നിന്നും ചുറ്റുപാടത്തു നിന്നും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, കമ്മീഷൻ റാങ്കിലായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസിൽ പോലും കുട്ടികൾ കമ്മീഷൻഡ് ആയിട്ടുണ്ട്. യൂത്തിനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി കുട്ടികളിവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്ന് കുറച്ച് കുട്ടികൾ കുറവ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കൂടുതൽ സ്കൂളുകളിലും ഇല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളിലൂടെ ഒക്കെ അവരാണ് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ യൂത്ത് വരും. യൂത്ത് ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരായാലും വരും. പക്ഷേ അവർക്കൊന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. +2 കഴിഞ്ഞ കുട്ടികളാണ് കൂടുതൽ താല്പര്യപ്പെടുക അധികം. അപ്പോൾ അവർക്ക് 3 രീതിയിലൂടെ കമ്മീഷൻ ഓഫീസറായിട്ട് പോകാൻ പറ്റും. കുറച്ച് ഭാഗം ഞാൻ മുൻപത്തെ വരികളിൽ പറഞ്ഞു. +2ൽ കഴിഞ്ഞതിന് ശേഷം അവർക്ക് NDA എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. അതിന് ആർമിയുടെ വെബ്സൈറ്റ് ഉണ്ട്, എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നേവിയുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും NDAയുടെ ഉണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനുള്ള വിഷയങ്ങൾ പഠിക്കുക. ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. എഴുത്ത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞിട്ട് അതിനൊരു SSB ഇൻ്റർവ്യൂവിന് പോകണം. SSB ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മെഡിക്കലുണ്ടാവും. മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം കമ്പൈൻഡായിട്ടൊരു മെറിറ്റ് ലിസ്റ്റ് വരും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കമ്മീഷൻ റാങ്കിലോട്ട് പോകാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ JEE എഴുതിയിട്ടും നമുക്ക് NDA എൻട്രൻസ് എക്സാം എഴുതാതെ JEE എഴുതിയിട്ട് +2ൻ്റെ മാർക്കായിട്ടും ടെക്നിക്കൽ എൻട്രിയിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ തന്നെ സെയിം നീറ്റിനുമുണ്ട്. ഈ ക്ലാസ്സുകൾ കുട്ടികൾ ദൂരത്തു നിന്നുള്ള കാരണം ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഈവനിങ് 7 മണിക്കുണ്ട്, അതുപോലെ 8:30-ക്കുണ്ട്. 7 മണിക്ക് തുടങ്ങുന്ന വിഷയം 8 മണിക്ക് കഴിയും. പിന്നെ ഒരു ½ hour ബ്രേക്ക്. അത് കഴിഞ്ഞ് 8:30-ക്ക് തൊട്ടിട്ട് 9:30 വരെ ക്ലാസ് ഉണ്ട്. ഞായറാഴ്ചകളിൽ കൂടുതൽ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടോ ഇല്ലെങ്കിൽ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനത്തെ ക്ലാസ്സുകളായിരിക്കും ഞായറാഴ്ചകൾ ഉണ്ടാവുക. ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് പല എൻട്രീസിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. +2 കഴിഞ്ഞുള്ള കുട്ടികൾക്കുള്ളുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി എൻട്രീസ് ഉണ്ട്, BTech MTech ഉണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് LLB കഴിഞ്ഞ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ഓരോ കുട്ടികൾ വിജയിച്ചിട്ട് വരുമ്പോൾ നമുക്കത് നല്ല സന്തോഷം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷയില്ലാത്ത
നമുക്ക് നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും ഇവിടെ വന്നിട്ട് പല വിവിധ മത്സര പരീക്ഷകൾ പാസ്സായിട്ട് ഇൻ്റർവ്യൂസ് എല്ലാം പാസ്സായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഡ്രീം ഗോളിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ കുട്ടികളുണ്ട്. അവരെന്നൊക്കെ ഇന്ന് മനസ്സിൽ ഓർക്കുന്നു. അവർക്ക് അതൊക്കെ നല്ലൊരു അഭിമാന നിമിഷങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ആ ഡ്രീം ഗോളുകൾ ലഭിക്കുമ്പോൾ. യൂത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് അവരുടെ ജീവിതം ഷെഡ്യൂൾ ചെയ്യണം. ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് സ്കൂളിൽ വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ആ കുട്ടിക്ക് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 19.5 വയസ്സ് വരെയാണ് പല മത്സര പരീക്ഷകളിലെ ഏജ് ലിമിറ്റ് വരുന്നത്. +2 ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ആ ഏജ് ലിമിറ്റിനുള്ളിൽ കുട്ടികൾക്ക് ആ ഒരു കോമ്പറ്റീഷൻ എക്സാമിനേഷൻ പാസ്സാവണമെങ്കിൽ ആ കുട്ടി ഏകദേശം ഒരു 10ാം ക്ലാസ് തൊട്ട് തന്നെ ഒരുങ്ങണം. എന്നാൽ മാത്രമാണ് 12th കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ മത്സര പരീക്ഷ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂത്തിനോട് എനിക്ക് പറയാനുള്ളത് ഓരോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 10th തൊട്ട് തുടങ്ങണം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള PG കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡിഗ്രി ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ തുടങ്ങിയാലാണ് ആ മത്സര പരീക്ഷകൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ, കൂടാതെ വിജയിക്കാനും പറ്റുള്ളൂ. ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്ന് കോമ്പറ്റീഷൻ എക്സാമിനേഷൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 120 ചോദ്യങ്ങൾ മാത്സിലുണ്ട്. 120 മിനിറ്റേ ആ കുട്ടിക്കുള്ളൂ. 2 മണിക്കൂർ നേരത്തെ പരീക്ഷയാണ്. അപ്പോൾ സാധാരണ നല്ല കണക്കറിയുന്ന ഒരു ടീച്ചർക്ക് പോലും ഒരു കണക്ക് ചെയ്യണമെങ്കിൽ 2-2.5 മിനിറ്റ് 3 മിനിറ്റ് സമയം പിടിക്കും. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. ഇന്ന് കുറേ പഠിപ്പിക്കുന്ന അക്കാഡമീസിലും അതുപോലെ ടീച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ അവർ ചെയ്യുന്നത് ഇപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ, എലിമിനേഷൻ മെത്തേഡിലൂടെ അവർ പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ആ മത്സര പരീക്ഷയിൽ നല്ലൊരു റാങ്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വിജയിക്കുന്ന രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ആ കുട്ടികൾക്ക് മറ്റുള്ള വിഷയങ്ങളും ഒപ്പം തന്നെ അറിവ് കൊടുക്കണം. പാരൻസിനോട് പറയാനുള്ളത് കുട്ടികളെ തന്നെ അവർക്കുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. കാരണം നമ്മൾ 12th പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് വേറെ ഒന്നും പഠിക്കരുത് എന്ന് പറയാതെ ഒപ്പം തന്നെ മത്സര പരീക്ഷകൾക്കുള്ള ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച്, ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആ കുട്ടികൾക്ക് സമയത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റഡി തന്നെയാണ് ആ കുട്ടിക്ക് 11th 12th ആവശ്യമുള്ളത്. കാരണം മിക്ക കോമ്പറ്റീഷൻ എക്സാമിനേഷനിലും സിലബസ് വരുന്നത് 11th 12th ആണ്. അപ്പോൾ അതേ സിലബസ് തന്നെയാണ് കോമ്പറ്റീഷൻ എക്സാമിനേഷനും സ്കൂളിൽ പഠിക്കാനുള്ളതും. അപ്പോൾ ഭയപ്പെടാതെ കുട്ടികളെ തന്നെ കോമ്പറ്റീഷൻ എക്സാമിനേഷന് വേണ്ടിയിട്ടും പാരലായിട്ട് ഒരുക്കണം. ഫൈനൽ എക്സാം വരുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് 12th ലെവലിലോട്ട് പ്ലാൻ ചെയ്യാം. അതാണ് പാരൻസിനോട് പറയാനുള്ളത്.